എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ മോർണിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞാൻ മോർണിംഗ് വ്ളോഗൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന്. അപ്പോൾ ഏട്ടൻ പല്ല് തേക്കുകയാണ്. ഞാൻ ബ്രഷൊക്കെ പുറത്തുനിന്ന് തന്നെ എടുത്തിങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കും. എന്താ വെച്ചാൽ മുറിവിൽ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി ചളിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അകത്താണ് പല്ലൊക്കെ തേക്കുക. അപ്പം ഞാൻ കിച്ചണിലേക്ക് വന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് എന്താണെന്ന് സമയം നോക്കുമ്പോൾ 7:10 അപ്പോൾ ഏട്ടനും മോളും കൂടി ഇന്ന് ആദ്യം ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടായിട്ട് ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് പോകാൻ വേണ്ടിയിട്ട് മോളോട് ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് 6:30ക്ക് എണീക്കണം എന്ന്. പക്ഷെ എണീക്കാൻ 7 മണി 7:10 എണീറ്റിട്ടില്ല. പിന്നെ അവളെങ്ങനെ വിളിക്കുമ്പോൾ എക്സാം കഴിഞ്ഞിട്ട് സ്കൂൾ പൂട്ടിയതിൻ്റെ ശേഷം അവൾ ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ചയ്ക്ക് ശേഷമാണ് അത് നടക്കുള്ളൂ. അപ്പം ഞാൻ വിളിച്ച് എണീപ്പിച്ച് 7:10 ആയി പോകുമ്പോൾ 7:10 കഴിഞ്ഞു. പോയി അവളും അച്ഛനും കൂടി പോയിട്ട് ഷുഗറൊക്കെ എടുത്തു വന്നു. അപ്പം എണീറ്റ പാടെ ഒരു ഉടുപ്പ് അങ്ങോട്ട് എടുത്തിട്ടിട്ട് പോവുകയാണ് കേട്ടോ. ഇനി വന്നിട്ട് വേണം പല്ല് തേച്ച് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛന് ഡോക്ടറെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകട്ടോ. ചേച്ചിയുടെ വീട്ടിൽ ആക്കിയാൽ മതി. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വ്ളോഗിലും പറഞ്ഞു ചേച്ചിയുടെ വീട്ടിൽ ആക്കിയാൽ മതി, പിന്നെ അനിയൻ വന്ന് കൊണ്ടുപോയിക്കോളും. പിന്നെ ഉച്ചയ്ക്കും കൂടി ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. അപ്പം അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 4 മണി 4:30 ആകുമ്പോഴാണ് കേട്ടോ വരും. ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്കൂളുള്ള പോലെ തന്നെ രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകണു, പിന്നെ ഒരു 4:30ക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള സാമ്പാർ പൊടി ഉണ്ടോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ നോക്കുമ്പോൾ സാമ്പാറിൻ്റെ പൊടി ഉണ്ട്. കഴിഞ്ഞെണ്ണു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ വാങ്ങി വെച്ചത് എനിക്ക് ഓർമ്മയിലില്ല. അപ്പോൾ എന്തായാലും സാമ്പാറിന് പൊടിയുള്ളപ്പോൾ സാമ്പാറും ഉള്ളി കൊണ്ട് ഒരു ചമ്മന്തിയും അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലി ഇവിടെ ആർക്കും അധികം ഇഷ്ടമുള്ള സംഭവമല്ല. ഏട്ടനാണെങ്കിൽ ജീവനാണ് ഇനി. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് മുരിങ്ങക്കായൊക്കെ എടുക്കുന്നുണ്ട്. മുരിങ്ങക്കായ നമ്മളെ വീട്ടിൽ ഉണ്ടായി തന്നെയാണ്. അപ്പോൾ അതും വെള്ളരിക്കയും പിന്നെ ഒരു സവാളയും തക്കാളിയും ചേർത്തിട്ടുള്ള സാമ്പാറാണ്. വറുത്തരച്ച സാമ്പാറൊന്നും വെക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും മാത്രമാണ് അങ്ങനത്തെയൊക്കെ സാമ്പാർ വയ്ക്കുള്ളൂ. ഇത് പൊടി അങ്ങോട്ട് വറുത്തിടണ ചെറിയൊരു സാമ്പാർ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഡ്ഡലി വൻ ഫ്ലോപ്പാണ്. അത് അങ്ങോട്ട് പൊങ്ങി വന്നില്ല, കുഴിഞ്ഞങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ കയ്യുമ്പോൾ ഒട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കേണ്ട, ദോശയ്ക്ക് മാറ്റാം. അപ്പോൾ എന്താ അറിയില്ല, ഇഡ്ഡലി നന്നായില്ല. അരി നന്നല്ലാഞ്ഞിട്ടോ എന്തോന്നറിയില്ല. അപ്പോൾ അതേ മോളും ഏട്ടനും കൂടി ഷുഗർ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കഴിഞ്ഞാൽ റിസൾട്ട് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ അവർ പറയും. പിന്നെ പോണ വഴിക്ക് റിസൾട്ട് വാങ്ങി പോവുകയും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ 80 ഉള്ളൂ, ഭക്ഷണത്തിൻ്റെ മുന്നേ 80 ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഇപ്പം എന്തായിന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏട്ടൻ വന്ന് കൈയൊക്കെ സോപ്പിട്ട് കഴുകി ഉമ്മറത്തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കട്ടൻ ചായ ആണ് ഇപ്പോൾ കൊടുക്കാറ്. ഇതുവരെ പാൽ ചായ ആയിരുന്നു കേട്ടോ അത്രയും കാലം കഴിച്ചിരുന്നത്. ഇപ്പോൾ കട്ടൻ ചായ കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇനി ഇവിടുന്ന് അങ്ങനെ എന്നും കട്ടൻ ചായയാണ്. മോള് വന്നിട്ട് പല്ലൊക്കെ തേക്കുന്നുണ്ട്. അവൾക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ സാമ്പാർ ആവണേ ഉള്ളൂ. 9:30 മുന്നേ അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പാല് ഞാൻ തിളപ്പിച്ച് വെക്കും, കുപ്പിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേട് വരില്ല, ചൂടല്ല. അപ്പോൾ ഞാൻ അതാണ് കയ്യോടെ തിളപ്പിച്ച് വെച്ചു. പിന്നെ ഇന്ന് ശനിയാഴ്ച ആവുകൊണ്ട് എനിക്കും ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ ഒന്ന് പോയി തൊഴുത് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കുളിക്കാനൊക്കെ ഉണ്ട്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചതിൻ്റെ ശേഷം പോയി കുളിച്ച് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ കുളി കഴിഞ്ഞ് ഓടി കിച്ചണിലേക്ക് വന്ന് ആകെ കൊണ്ട് വേർത്ത് ഇതാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് അവർക്കൊക്കെ കഴിക്കാൻ കൊടുത്ത പിന്നെ സമാധാനമായിട്ട് ഒന്ന് പോയി കുളിച്ച് വരാമല്ലോ. എന്നിട്ട് പിന്നെ വേഗം ഒന്ന് അമ്പലത്തിൽ പോയി വരാം. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുന്നതിൻ്റെ മുന്നേ പൂവച്ച വീട് പൂട്ടി പൊക്കോളാൻ. അപ്പോഴേക്കും മോള് കുളി കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ സോപ്പിലിട്ട തുണികളുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് താത്താണ്. അത് നീ തിരുമ്പാൻ വയ്യാന്നും വിചാരിച്ചിട്ട് കുളി കഴിഞ്ഞാൽ ഇനി അമ്മ കുളി കഴിക്കുമ്പോൾ തിരുമ്പിയാൽ മതി പറഞ്ഞിട്ട് അവിടെ താത്തി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ സാമ്പാറിലേക്കൊക്കെ ഒന്ന് വറുത്തിടുകയാണ്. സാമ്പാർ പൊടിയും മുളക് പൊടിയും ഒന്ന് വറുത്തിട്ട് സാമ്പാറിലേക്ക് ഇടുന്നു. അങ്ങനത്തെ സിമ്പിളായ ഒരു സാമ്പാറാണ്. അതെന്നും ഇവിടെ അങ്ങനെ തന്നെയാണ്.
വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ മറ്റേ സാമ്പാർ വെക്കൽ കേട്ടോ. അപ്പോൾ ഇഡ്ഡലി വേണോ ദോശ വേണോ എന്ന് ഞാൻ മോളോട് ചോദിച്ചു. അപ്പോൾ മോള് പറഞ്ഞു ഇന്നിപ്പോൾ ഇഡ്ഡലി നാളെ ദോശ അതല്ലേ പതിവ്, അപ്പം ഇനി ഇന്നും ദോശ വേണ്ട, പിന്നെ നാളെ അമ്മ ദോശ ഉണ്ടാക്കും, അതുകൊണ്ട് ഇന്നിപ്പോൾ ഇഡ്ഡലി നന്നല്ലെങ്കിലും അതന്നെ മതി എന്ന് പറഞ്ഞു. ഏട്ടന് പിന്നെ ഇഡ്ഡലി നന്നാവണോ ഇതാവണോ എന്നൊന്നുമില്ല, ഏട്ടന് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി. അപ്പം മോൾ ഒരു ഇഡ്ഡലി എടുത്തിട്ട് അത് വേണോ വേണ്ടേ വെച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിസമ്മന്തിയൊക്കെ എടുത്ത് കൊടുത്തു. സാമ്പാർ കൂട്ടി കഴിക്കാൻ അത്ര ഇഷ്ടമില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് കഴിക്കാതെ ഒന്നും പോകണ്ട, ഒരു ഇഡ്ഡലി കഴിച്ചിട്ട് ആണ് പിന്നെ അവൾ ഇറങ്ങിയത് കേട്ടോ. ദോശ വേണോയെന്ന് ഞാൻ അപ്പോഴും ചോദിക്കുന്നുണ്ട്, ദോശ വേണമെങ്കിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട ഇനിയിപ്പോൾ ദോശയൊന്നും ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞു അവളുള്ളതൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഒന്നിനും നിർബന്ധം പറയൊന്നുമില്ല കേട്ടോ. ഒരു പാവാണ്. ഞാൻ പറയണതല്ല കേട്ടോ, അവളങ്ങനെ ഒന്നും നിർബന്ധിച്ച് ഇന്നത് വേണം അത് ഉണ്ടാക്കി തരണം അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ അവളത് ദോശ ഇഡ്ഡലി മതി എന്ന് പറഞ്ഞിട്ട് തന്നെ കഴിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ഓടിപ്പോയിട്ട് ഒരു കാക്കക്കുളിയൊക്കെ കുളിച്ച് വന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ വരാൻ വഴുകുകയാണ് വെച്ചാൽ പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട്, വീട് പൂട്ടി പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ വീട് പൂട്ടി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും ഞാൻ തൊഴുത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ശകനം എന്നെയാണ് കണ്ടത്. ഇഞ്ചക്ഷൻ എടുക്കാൻ മാത്രമേ ഉള്ളൂ, അത് പിന്നെ തിങ്കളാഴ്ച വരെ ചെയ്യേണ്ടതാണ്. എന്നാലും അപ്പോൾ ഞാൻ അവർ പോണതിൻ്റെ മുന്നേ തന്നെ ഒന്ന് വേഗം തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നു, ഇനി ഒന്ന് മുടിയൊക്കെ ഒന്ന് ശരിയാക്കി അങ്ങോട്ട് പോവുക വേണ്ടു. പിന്നെ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഏട്ടൻ റെഡിയായിട്ട് മോളേനെയും വെയിറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. മോൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അവൾക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് പോകാനേ ഉള്ളൂ. അവളിപ്പോൾ സാധാ സ്കൂളുള്ള സമയം പോലെ തന്നെ 9 മണിക്ക് ഓടിപ്പടച്ച് പോണു വരുന്നു, അങ്ങനെയാണ്. ഞങ്ങളുടെ ശനിയാഴ്ച രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്നൊന്ന് കമൻറ്റിൽ അറിയിപ്പിച്ചോളൂ. എനിക്ക് ഇഡ്ഡലി അങ്ങനെ അങ്ങോട്ട് ഫ്ലോപ്പ് ആവാറില്ല, എന്ത് പറ്റി അറിയില്ല, അരിയുടെ കുഴപ്പമാണോ വെള്ളരിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതൊന്നും അറിയില്ല. ഞാൻ എന്നും ചേർക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ റെഡിയായിട്ട് മോളെയും കാത്തിരിക്കുന്നുണ്ട്, മോളിവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഇറങ്ങി ഓടിയിട്ടോ, വേഗം വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. നിങ്ങൾ പോവുകയാണെങ്കിൽ പൊക്കോളൂ എന്നും പറഞ്ഞിട്ട് ഞാനൊന്ന് വേഗം അമ്പലത്തിൽ പോയി തൊഴുത് വരാമെന്ന് വിചാരിച്ചു. അമ്പലം അടുത്തായതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് തൊഴുത് വരാം. അപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ അവരും അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവർ പോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇവർ പോയിട്ടുണ്ടെങ്കിൽ 4:30 മണിയൊക്കെ ആവും വരാൻ. അതുവരെ സ്കൂളുള്ള സമയം പോലെ തന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക്, ഇനിയിപ്പോൾ ഒരാൾക്ക് മാത്രം എന്ത് ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ വെക്കാൻ. അപ്പം ഞാൻ രാവിലത്തെ ഇഡ്ഡലി തന്നെ, ബാക്കിയുള്ള ഇഡ്ഡലി ഞാൻ ഉച്ചയ്ക്കും അതന്നെ കഴിക്കും. ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല, കുളി കഴിഞ്ഞു. ഇനി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം. അപ്പോൾ അവർ പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ വീട് തുറന്ന് അകത്തേക്ക് കയറിയത്. മോള് പൂട്ടി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ഞാൻ തൊഴുത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കയറി ചായ വെച്ചിട്ടുണ്ടായിരുന്നു, ചായ വെച്ചു. കുറച്ച് ചുക്കുവെള്ളം കൂടി വെക്കാനുള്ളൂ, ചുക്കുവെള്ളം വെച്ചു. ചായ ഉണ്ടാക്കി ഞാൻ എൻ്റെ ഇഡ്ഡലി ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ഇഡ്ഡലി കഴിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ, നല്ല ഫ്ലോപ്പ് തന്നെയാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും വെയിലില്ല, തോട്ടത്തിൽ വല്ലാതെ വെയിലുണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ വീടിൻ്റെ ഒരു ഭാഗത്ത് തോട്ടം തിരിക്കാൻ, ഇനി ബാക്കി വൈകുന്നേരം തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ അടിച്ചു വാരി തുടച്ചതിൻ്റെ ശേഷം ഞാൻ തോട്ടത്തിലേക്ക് ഇറങ്ങി തോട്ടമൊക്കെ ഒന്ന് തിരിച്ചിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ശനിയാഴ്ചത്തെ രാവിലത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.